ഹലോ, ഞാൻ ശിവസ് നായർ. കഴിഞ്ഞ കമ്പനിയുടെ പാർട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് ജൂലൈ 12, മാക്സിമം 2 days ബാക്ക്. അപ്പോൾ ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ ഫസ്റ്റ് എബ്രാ സാറിനോടും ഉണ്ണി സാറിനോടും ഞാൻ കടപ്പാട് രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം ഞാൻ ആന്റണി സാറോടും പിന്നെ മറ്റ് സഹപ്രവർത്തകർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റു കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവിടെ നിന്ന് ഒരു ലോങ് ട്രിപ്പായിരുന്നു. മാക്സിമം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കത് 2.5 hour യാത്ര ഉണ്ടായിരുന്നു. ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരു ബീച്ച് ഏരിയയിലായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് കുളിക്കേണ്ടവർക്ക് കുളിക്കാം, എല്ലാം സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, എല്ലാ ഫംഗ്ഷനും നമ്മുടെ ലൈഫിലൊക്കെ ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാർട്ടിൽ അറ്റൻഡ് ചെയ്ത് എന്റെ ലൈഫിൽ ആദ്യമാണ് ഉള്ള സത്യമാണ്. പക്ഷെ ഞാൻ കുറേ പാർട്ടിൽ ഫംഗ്ഷൻ എല്ലാം അറ്റൻഡ് ചെയ്തു. ഇതൊരു നമുക്ക് ഇത് ജോയിൻ ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കുറെ കുഞ്ഞു കുട്ടികളുടെ പാട്ട്, ഡാൻസ്, അങ്ങനെ എല്ലാ കലാപരിപാടികളും ഉണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ മിമിക്രി, അങ്ങനെ എല്ലാ കലാപരിപാടികളും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവിടെയുള്ള സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫറായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതിൽ എനിക്ക് ഖേദമുണ്ട്. എന്റെ ഫ്രണ്ട്സ് മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആയിട്ട് ഒരു ഷേക്കും മറ്റു കാര്യങ്ങളും കുറച്ച് കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പാർട്ടി കിടുവായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി. വിദ്യാവിലാസിനി വരവന്ദിനി ശിവകാമേശ്വരി ജനനി. വിദ്യാവിലാസിനി വരവന്ദിനി ശിവകാമേശ്വരി ജനനി. അഴലിന്റെ ഇരുൾ വന്നു മൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ. ജീവനിൽ സൂര്യോദയം തീർജാഗ്രിയിൽ കൂടിക്കൊള്ളും മഹേശ്വരി ഗുണദായിനി. സരോവര നിറുകയിൽ ഉദയാകുലിയാകൂ മംഗളമന്ദസ്മിതം മഹേശ്വരി ഗുണദായിനി സർവസുഖകാരിണി. തിരുനബിയുര ചെയ്ത സാ
ഇഹപരാനുഗ്രഹങ്ങൾ സാഫല്യം നേടിയൊരില്ല സാഫല്യം നേടിയൊരില്ല സാഫല്യം നേടിയൊരില്ല झुमके लगाते चार झुमके छोरे नाचे जमके रे भाई 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 अभी टाइम कितना हो गया भाई? अरे 7 बजे। अरे 8 है ना भाई। ये भाई ये थोड़ा खराब है, नहीं तो 1 घंटा का खराब नहीं, 5-10 मिनट का खराब है आप ये। आप 1 घंटा का बोलता है? नहीं नहीं 7 नहीं, अभी 8 है पक्का। ए रुको रुको, आप क्या बोलता 8? 7 है। अभी 8 है पक्का 8 है। अच्छा कितना दाम है पक्का है ना ये लाइन है 7 भी नहीं है 8 भी नहीं है पैसा नहीं मिलेगा जाओ जाओ ये 200 है कैसे दिखाएगा मैं दिखाएगा नहीं मेरे को 200 ये 200 मेरे पास हो गया ना 7 भी नहीं 8 भी नहीं है 9 है पक्का है आपको पैसा रखो मुश्किल नहीं है, आप दिखाओ प्रूफ दिखाओ। प्रूफ चाहिए ये 7 भी नहीं है 9 8 भी नहीं है ये देखो ये 9 है കാസർഗോഡ് കതർപ്പായി അവതരിപ്പിച്ച ഫ്രീ ആലുകൂടൻ ആലുകൂടനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കമ്പനിയിൽ ദൗർഭാഗ്യകരമായിട്ട് 4 പേർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിലൊന്ന് നമ്മുടെ സജു ജോയിയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ 2 ദിവസം മുമ്പ് വാഹനാപകടത്തിൽ മരിച്ചായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ കമ്പനിയിലെ ഫോർമാനായ സന്തോഷ്, അതുപോലെ തന്നെ ബാബു, ജാവേദ്, 4 പേർക്കും പാർട്ടിയിൽ ദൗർഭാഗ്യകരമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബാബു കിഷിൽ നിന്നും ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. അപ്പം ബാബുവിൻ്റെ കിഷിലെ ഒരു രോദനമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത് യാഥാർത്ഥ്യമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു കോമഡിക്ക് വേണ്ടി ഇത് എടുത്തു എന്നുള്ളതാണ്. ആലുകോട്ട പെരുത്ത് കുഷി ഈ ഹി വാഹി ഈ സന്തോഷം കഹി കുഹി എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ എന്നെ ചീത്ത വിളിച്ചു. സന്തോഷം വടക്കൊന്നും പോവല്ലേ, ആ ബാബു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം അത് ക്ഷമിക്കണം. ഒരു 2 മണിക്കൂർ ഓവർ ടൈം കൊടുത്തായിരുന്നെങ്കിൽ ബാബുവിന് ഒരു ചായ കുടിക്കാമായിരുന്നു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു സ്റ്റോറുണ്ട്. സ്റ്റോറെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ 5 മണിക്ക് ഇങ്ങനെ വന്ന് കൂടുകയാണ്. ഈ മെറ്റീരിയൽസ് എടുക്കണമെങ്കിൽ എടുക്കണ്ടായിരുന്നെങ്കിൽ പോലെ നമ്മളോട് കൂടിയേ പറ്റത്തുള്ളൂ. എന്തിനാണ് കൂടുന്നതെന്ന് ആർക്കും അറിയില്ല. ചില സാഹചര്യത്തിൽ നമ്മളെ എഞ്ചിനീയർ വിളിച്ചേക്ക് എനിക്ക് മെറ്റീരിയൽസ് വേണ്ട, എങ്കിലും അവർ പറയും ആ സ്റ്റോറിലോട്ട് പോവാം. എന്തിനാ? അത് മാനേജ്മെന്റിന്റെ തീരുമാനം. ആ സ്റ്റോറി വന്നേ പറ്റത്തുള്ളൂ, പഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം. അപ്പൊ നമുക്കറിയാം
ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്റ്റോറിൽ ഇപ്പോൾ നമുക്ക് സ്റ്റോർ കീപ്പർ ഉണ്ട്. സ്റ്റോർ കീപ്പർ അല്ല, അദ്ദേഹം സ്റ്റോറിന്റെ ഇൻചാർജാണ് നമ്മുടെ JR ഭായ്. അദ്ദേഹത്തിന് ലാംഗ്വേജ് അറിയില്ല. എനിക്ക് പറയും നമ്മുടെ സ്റ്റോറിൽ ഒരു ടെമ്പററി സ്റ്റോർ കീപ്പർ, നമ്മുടെ ടെമ്പററി ജോബി. അപ്പൊ അദ്ദേഹം നെടുവഴിയുടെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഞാനൊന്ന് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ടെമ്പററി ജോബി ഖാലിദിന്റെ കപ്പലി ഞാൻ എടുത്തെടുത്ത് തരാനാ. ഖാലിദിന്റെ കപ്പലി ഞാൻ കണ്ടിട്ട് പോലുമില്ല. കഷ്ടപ്പെട്ട് കുത്തി ഹാരെടുത്ത് നടത്തുന്ന സ്റ്റോറാ. ഹാരെടുത്തോളെ പറയുന്നേ ഡിസിലില്ലാത്ത സാധനം എടുത്ത് തരാൻ വേണ്ടി ഞാൻ മാജിക്കൊന്നും പഠിച്ചിട്ടില്ല. എല്ലാവരും തലയോട് കയറാതെ. ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് രണ്ട് മേഖലയുണ്ട് നമ്മുടെ വർക്കില്. മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ സൈറ്റ് എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം ബാലേന്ദ്ര മേനോനിലൂടെ നമുക്ക് കാണാം. എനിക്ക് തൃപ്തിയായി വിളിച്ച, എനിക്ക് കേവലം വരയ്ക്കാൻ പറ്റുന്നില്ല വിളിച്ച കോണ്ടിട്ട് ബ്ലോക്കാ വിളിച്ചാണ് അല്പം ഓയിലിട്ട് കൂടെ വിളിച്ച. ജനമനസ്സുകളെ കീഴടക്കിയ ജോൺ ഹോണായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുന്ദരനായ വില്ലൻ. അതെ, അടുത്തതായി നിങ്ങളുടെ മുന്നിൽ ശ്രീ റിഫ ബാബ. ഒരു കാര്യവും മറകിൽ 2 ദിവസം പോകുമ്പോൾ അമ്മച്ചുകൊണ്ട് കഥ പറഞ്ഞിരുന്നില്ലായിരുന്നോ? ഭൂതത്താന്റെ കയ്യിൽ നിന്നും ഭൂമി ഇത് തട്ടി പറിച്ച കഥ ഇപ്പോഴാണ് നിധിയാണ് അമ്മച്ചിയുടെ ഇരിക്കുന്നത്. പ്ലീസ്, ഐ എം ഹോളായി, ജോൺ ഹോളായി. അമ്മച്ചി ഒന്നും ചെയ്യുന്നത് അമ്മച്ചിയുടെ പഴയ ജോണാണ്. ശബ്ദഗാംഭീര്യം കൊണ്ടും മലയാളിയുടെ മനം കവർന്ന വേറിട്ട ഒരു വില്ലൻ കഥാപാത്രമായിരുന്ന നെപ്പോളിയൻ. നീലാടാ, ഇത് ഞാനാടാ മുണ്ടകേശികൻ. ചാത്താൾ വീട്ടിലെ അവൻ്റെ മഹത്വം 2 കാലം നിവർന്നു നിൽക്കാൻ പറ്റാത്തൻ്റെ മഹത്വം പറയുന്നു. ആദ്യം നീലകണ്ഠൻ, പിന്നെ എൻ്റെ അമ്മാവൻ. ഈ 7 കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശേഖരന് വേണ്ടി ആയിരിക്കണം. അതിന് യോഗ്യൻ ഞാൻ തന്നെയാണ്. ഇഞ്ചിഞ്ചായിട്ടുള്ള അവൻ്റെ മാമ. പണ്ടേ അവനൊരു ശത്രുവായിരുന്നു. അമ്പലക്കിളവിൽ മുങ്ങാൻ കഴിയുമ്പോൾ കുഴിപ്പന്ത് കഴിയുമ്പോൾ ഞാൻ എവിടെ പോയാൽ അവനുണ്ടാകും. ഇനി ശേഖരൻ്റെ കാലമാണ്. മകനും മീശ മാധവനെ ഈ പമ്പാപ്പച്ചി എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച മലയാള സിനിമയുടെ രംഗത്ത് കടന്നു വന്ന ശ്രീ ഇന്ദ്രജിത്ത്. വട്ടപ്പേര് പറയടാ. മീശമാധവൻ കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷേ ഇനി എന്നെ കാണുമ്പോ മുഖത്ത മീശ കാണല്ലേ? പറഞ്ഞത് മനസ്സിലാക്കടാ. വരച്ചിട്ട് വന്നേക്കണത് ക്ലീൻ ഷേവ്. അങ്ങനെ കുറേ പേഴ്സണലായിട്ട് പറയുന്നു. ഇനി ഞാൻ ഓപ്പണായിട്ട് പറയാം. ആൾക്കാർ പറയാൻ കഴിയുക താൻ നാട്ടു വെള്ളം വെക്കാൻ പോയി കിടക്കുവായിരുന്നോ? നടനും ഡബിംഗ് കലാകാരനുമായ സർവോപരി തിരുവഞ്ചേട്ടന്റെ മകനുമായ ഷമ്മി തിലകൻ. ശ്രീ ഷമ്മി തിലകൻ. ആരാണതിനുള്ളത് നിന്റെ വിചാരം? ഈ രാജകം എന്ന ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോണ്ടല്ലോ, അത് നടന്നിരിക്കണം. അതിപ്പോൾ നീ ചാർട്ടിട്ടായാലും ശരി, വെറുതെ പോലീസുകാരുടെ പണി ഉണ്ടാകരുത്. പരിപാടി ഇവിടെ വന്നു. അപ്പോൾ ഇത്രയും വലിയൊരു അവസരം തന്നതിന് ഫ്ലാറ്റാക്കിനോട് ബ്രാസാറിനോട് സ്വാഗതം, നന്ദി. Thank you.
So much for giving this chance to us, and special thanks to all of you also who joined for this special event, and we welcome the new members of the company. We would like to introduce themselves. We'll give one chance by passing this mic to those people who joined recently, and they will introduce themselves. Can you please allow us to introduce? We'll start with Rahul. Before Mr. Anthony. आपका नाम? मेरा नाम आंजनी 2018 अप्रैल तक में कंपनी में आया। Now we'll go to Rahul. Hello, good evening everybody. My name is Rahul. I joined Plantrack 2018 April 10th, and I'm very much happy to work with all of us. And thank you. We'll go to a very new member, Mohan. Thank you, Mohan. Now we'll go to JR. Hi, family. I'm Mr. Elia Ramos, and I'm the boss of myself, manager of myself also. Me alone in the house, and etc. Now we'll go to Venkatesh. Now we'll go to
Abraham sir. We want to know your name also, sir. From our side, a warm welcome. Thank you. My name is Hari, and friend of Abraham. He's studying long time back, same college. And just for your information, we've been there ever since this biotech conceived as an idea. Not even this. And Abraham, I'm expecting him to say more about it. But just one thing, that I've been there ever since this company formed. And I've seen ups and downs of biotech. And I've seen that. I wish you all the best. Not just for Abraham, all the family, and the team who calls for it as a family. Thank you. Thank you so much for your wishes, sir. Good evening, myself Suraj Lal. To say all the best for Planet family. All the best. Now we go to the employees and their family members, their names, the new members. Sorry, one more. Thank you. To their family with the names. Hello everyone, this is my wife, lovely wife, my beautiful wife, this is Anna Ramos. My sons, my handsome son like me, Visionary. Say hi to everyone. I'll introduce my family, my wife Priyansha, my elder son Prajwal, and a new member who just joined 5 months back. Name is Navya. Thank you, Ajit, for introducing. Thank you so much for everyone. And we wish that we'll continue this journey some more years. With this journey, we wish that it will be a non-stop journey. We had a 12 years, a strong journey with the new members who joined. Thank you so much for giving this opportunity. Once again, I would like to thank Abraham Matthew sir and Tony sir for joining us and giving this chance to celebrate.
ഇനി പറയുന്നത്